മണിക്കൂറോളം സംസ്ഥാനമുടനീളം പ്രാർത്ഥനയോടെ കാത്തിരുന്ന ഒന്നാണ്. വിവിധ സ്ഥലങ്ങൾ പിന്നിട്ട് ആംബുലൻസിൽ MC റോഡിലൂടെ തിരുവനന്തപുരത്ത് എത്തിച്ചപ്പോൾ രാത്രി 10:45 മണിയായി. കിംസിലേക്ക് എത്തിയപ്പോൾ രാത്രി 10:45 മണിയായി. ആലിൻ്റെ അവയവങ്ങൾ എന്നുള്ളതാണ്. 10 മാസം മാത്രം പ്രായമുള്ള കുരുന്നാണ്. ഇനി 4 പേർക്ക് പുതുജീവൻ നൽകുകയാണ് ആ കുരുന്നിൻ്റെ മാതാപിതാക്കളുടെ വലിയ ഒരു തീരുമാനം. ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നൊരിക്കലും വേർപെടാനാവാതെ ചില വാർത്തകൾ നമ്മളെ നിരന്തരം പിന്തുടർന്നുകൊണ്ടിരിക്കും. അത്തരത്തിലുള്ളൊരു വാർത്തയാണ് ഇന്നത്തെ പത്രങ്ങളിൽ. ആലിൻ എന്ന 9 മാസം മാത്രം പ്രായമുള്ള ഒരു കൊച്ചു പെൺകുട്ടിയുടെ അവയവങ്ങൾ ദാനം ചെയ്തു എന്നതിലൂടെ നമ്മുടെ മുന്നിലെത്തുന്നത്. ഒരു വാഹനാപകടത്തിൽ പെട്ട് മസ്തിഷ്കമരണം സംഭവിച്ച ആ കുഞ്ഞിൻ്റെ അവയവങ്ങൾ 4 പേർക്കാണ് ദാനം ചെയ്യുന്നത്. ആ 4 പേരിലൂടെ ജീവിതം തുടങ്ങാതിരുന്ന ആ കുട്ടി ഇനിയും ജീവിക്കുമെന്നുള്ളത് നമുക്ക് വലിയ സന്തോഷവും പ്രത്യാശയും നൽകുന്നു. അതോടൊപ്പം തന്നെ ആ കുട്ടിയുടെ ജീവിതം കാണാതെ മരിച്ചുപോയ ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ വേദനയും നമ്മുടെ മുന്നിലുണ്ട്. യഥാർത്ഥത്തിൽ ഈ അവയവദാനം എന്നാൽ മഹാദാനം തന്നെയാണ്. നമ്മുടെ കേരളത്തിലെ അവയവദാന ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ ഒരു സന്ദർഭമാണിത്. ആ കൊച്ചു പെൺകുട്ടിയുടെ കരൾ 6 മാസം പ്രായമുള്ള വേറൊരു കുഞ്ഞിലാണ് ഇനി സ്പന്ദിച്ചു തുടങ്ങുക. അതുപോലെ തന്നെ നേത്രപടലങ്ങളും വൃക്കകളും എല്ലാം തന്നെ മറ്റു ചെറിയ കുട്ടികളിൽ അത് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അതിലൂടെ ആ കൊച്ചു പെൺകുട്ടി അനശ്വരയായി മാറുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. ഈ വാർത്ത യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാവരെയും കണ്ണ് നനയിപ്പിക്കുന്നതാണ്. ഇതിൽ നിന്ന് തന്നെ മറ്റൊരു കാര്യം നമുക്ക് വ്യക്തമായി പറയാൻ പറ്റുന്നത്, ഇത്തരത്തിൽ വളരെ ദൗർഭാഗ്യകരമായി മസ്തിഷ്കമരണം സംഭവിക്കുന്ന അപകടങ്ങളിൽപ്പെട്ട് മസ്തിഷ്കമരണം സംഭവിക്കുന്ന ആളുകൾ അവരുടെ ഓർമ്മയും അവരുടെ ജീവിതവും നിലനിർത്താൻ തീർച്ചയായും ഇത്തരം അവയവദാനത്തിലൂടെ സാധിക്കും. ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ കുഞ്ഞിൻ്റെ രക്ഷാകർത്താക്കൾക്ക് ആ കുട്ടി ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അവരുടെ മനസ്സിൽ എന്നും ഉണ്ടാവുക. ഒരു കുഞ്ഞ് 4 പേരിലൂടെ അല്ലെങ്കിൽ 5 പേരിലൂടെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകളിലൂടെ ഈ ലോകത്ത് തന്നെ ജീവിക്കുന്നു. അത് മഹത്തായ ഒരു കാര്യമാണ്. ആ തീരുമാനമെടുക്കുന്നതിന് അത്രയും കരുണാർദ്ദമായ ഒരു മനസ്സ് തന്നെയാണ് ആ രക്ഷിതാക്കൾക്കുണ്ടായിരുന്നത്. ആ രക്ഷിതാക്കളുടെ മനസ്സിനോട് നമ്മൾ എന്നും കടപ്പെട്ടിരിക്കുക. ഇത്തരത്തിലുള്ള അവയവദാനം കൂടുതൽ വ്യാപകമാവേണ്ടതുണ്ട്. ഇതിനുള്ള സൗകര്യങ്ങൾ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലെങ്കിലും ഉണ്ടാവേണ്ടതായിട്ടുമുണ്ട്. അത്തരത്തിലുള്ള ദാനത്തിലൂടെ നമുക്ക് ധാരാളം മനുഷ്യായുസ്സുകളെ രക്ഷിക്കാൻ സാധിക്കും. ഒരു മനുഷ്യനെ രക്ഷിക്കുക, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഒരു മനുഷ്യനെ ആയാലും ഏത് ജീവജാലത്തെ ആയാലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും മഹത്തായ മനുഷ്യൻ്റെ കർത്തവ്യം. യഥാർത്ഥത്തിൽ മനുഷ്യരാശിയെ തന്നെ ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തിൻ്റെ നന്മക്കായാണ്. എന്നാലും നമ്മളിപ്പോൾ കാണുന്നത് വാർത്തകൾ പലപ്പോഴും നമ്മുടെ മനസ്സിനെ വല്ലാതെ മതിക്കുന്നവയാണ്. നമുക്കിപ്പോൾ പലസ്തീനിലും അതുപോലെ ലോകത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയും മനുഷ്യരോട് ചെയ്യുന്ന ക്രൂരതയ്ക്ക് അറുതിയില്ല. അത്തരം വലിയ ക്രൂരതകളുടെ കാലത്ത് ഇത്തരത്തിലുള്ള മഹത്തായ പ്രവൃത്തികൾ, ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവൃത്തികൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ ആർദ്രമാക്കും. ഈ കുഞ്ഞിൻ്റെ രക്ഷിതാക്കൾക്ക്, ഈ തീരുമാനമെടുത്ത കുഞ്ഞിൻ്റെ രക്ഷിതാക്കൾക്ക്, ഇത് നടപ്പിൽ വരുത്തിയ ബിഷഗുരന്മാർക്ക്, അതിന് പ്രേരണയും പ്രോത്സാഹനവും നൽകിയ എല്ലാവർക്കും അതിൻ്റെ നന്മയുണ്ടാവും എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഈ ഓർമ്മ
നമുക്കെന്നും ആ കുഞ്ഞിനെക്കുറിച്ചും ആ കുഞ്ഞിൻ്റെ രക്ഷിതാക്കളെക്കുറിച്ചും ഉള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ നിന്ന് മായുകയില്ല. ഇന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ഇന്നത്തെ മാധ്യമങ്ങളിലൂടെ വന്നത് ഇതാണ്. മറ്റു പല തികച്ചും നെഗറ്റീവായിട്ടുള്ള വാർത്തകളുടെ ഇടയിൽ ഈ വാർത്ത ഒരു രത്നം പോലെ ശോഭിക്കുന്നു.